ജ്യേഷ്ഠ, സ്വർണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായവർക്കെല്ലാം ഭഗവത് നാമങ്ങളാണ്. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ഉള്ളിൽ ഭക്തിയില്ലാത്തവർക്ക് ഭഗവത് നാമം ഒരു മറയാണ്. പേര് നോക്കി മനുഷ്യനെ വിലയിരുത്താൻ നമുക്കാവില്ലല്ലോ. സത്യം കാലത്തിന്റെ ഒഴുക്കിൽ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും ജ്യേഷ്ഠ. കർമ്മഫലം അനുഭവിക്കാതെ ആർക്കും എന്റെ സന്നിധിയിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. അഴിമതികൾ കാട്ടിക്കൂട്ടിയവരൊക്കെ അദൃശ്യരാകുന്ന ഈ നാട് വിചിത്രം തന്നെ. ഇതിപ്പോൾ ഏതെങ്കിലും ചാത്തന്റെ പണിയാണോ എന്നോ? ഇവിടത്തെ നേതാക്കൾക്ക് ചാത്തന്മാരെക്കാൾ വലിയ ഒടിവിദ്യയാണ് വശമെന്ന് തോന്നുന്നു. അഴിമതി കാട്ടി മുങ്ങാൻ ഇവർക്ക് ആരുടെയും സഹായം വേണ്ടല്ലോ. നാരദനെ തോൽപ്പിക്കുന്ന മാധ്യമങ്ങളും ചാത്തനെ വെല്ലുന്ന നേതാക്കളും. കലിയുഗ വൈഭവമല്ലാതെ എന്തു പറയാൻ? അതേ ജ്യേഷ്ഠ, എന്റെ മുദ്രമാലയും അങ്ങയുടെ കാവി ഉടയാടയും പോലും ഇന്ന് രാഷ്ട്രീയത്തിന്റെ അളവുകോലായി മാറി. മനസ്സിലായി. കാവി ഉടുത്താലും ചന്ദനക്കുറി ഇട്ടാലും സംഖ്യ ചാപ്പ കുത്തു അല്ലേ? അതാണ് ജ്യേഷ്ഠ ആധുനിക ലോകം. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്